പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത മുൻ മോഹൻ ബഗാന്റെയൊക്കെ പരിശീലകൻ നേർന്ന ആന്റോണിയോ ലോപ്പസ് അബ്ബാസുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. ISLൽ ATK മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്നീ ടീമുകളൊക്കെ പരിശീലിപ്പിച്ചിട്ടുണ്ട് ആന്റോണിയോ ലോപ്പസ് അബ്ബാസ്. ഇദ്ദേഹത്തിന്റെ കീഴിൽ മികച്ച പ്രകടനമായിരുന്നു ക്ലബ്ബ് പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പോൾ ഐ ലീഗിലെ ടീമായിട്ടുള്ള ഇന്റർ കാശി ആന്റോണിയോ ലോപ്പസ് അബ്ബാസിനെ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇന്റർ കാശി ആവട്ടെ ISLൽ കളിച്ചിട്ടുള്ള മികച്ച താരങ്ങളെയൊക്കെ ടീമിലേക്ക് എത്തിച്ചിട്ടുമുണ്ട്. ഇനി ആന്റോണിയോ ലോപ്പസ് അബ്ബാസിന്റെ കീഴിൽ ഇന്റർ കാശി മികച്ച പ്രകടനം പുറത്തെടുക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അടുത്തൊരു വാർത്ത, കേരള ബ്ലാസ്റ്റേഴ്സ് ഫ്രഞ്ച് താരമായിട്ടുള്ള അലക്സാണ്ടർ കുയിഫ് എന്ന താരത്തിന് ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ താരത്തിന് ഉറ്റുനോക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തിനെ ടീമിലേക്ക് എത്തിച്ചതിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നതിന് ശേഷം താരം ചില കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. എന്നെ സ്വാഗതം ചെയ്ത എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും നന്ദി. എൻ്റെ കരിയറിൽ ഞാനിത് വളരെ ചുരുക്കമായ സമയങ്ങളിലാണ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുന്നതിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ഉടനെ തന്നെ നമുക്ക് കാണാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മുന്നിൽ കളിക്കാനായി അലക്സാണ്ടർ കുയിഫ് കാത്തിരിക്കുകയാണ്. അടുത്ത സീസണിൽ താരം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച ഫോമിൽ കളിക്കട്ടെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തൊരു വാർത്ത, കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരുപാട് സീസണുകളിൽ കളിച്ചിട്ടുണ്ടായിരുന്ന ഒരു താരമായിരുന്നു ജീക്സൺ സിംഗ്. എന്നാൽ അടുത്ത സീസണിലേക്ക് വരുമ്പോൾ ജീക്സൺ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം ഉണ്ടാകില്ല. ജീക്സണെ ഈസ്റ്റ് ബംഗാൾ ടീമിലേക്ക് എത്തിച്ചതിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനമെല്ലാം ക്ലബ്ബ് പുറത്തുവിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ജീക്സണിന് പറ്റിയ പകരക്കാരൻ ആരാകുമെന്ന സംശയത്തിലായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ആരാധകർ. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീം തീരുമാനിച്ചിട്ടുള്ളത് അടുത്ത സീസണിൽ ജീക്സണിന്റെ ഒരു പൊസിഷനിൽ ഫ്രെഡിയെ കളിപ്പിക്കാനായിട്ടാണ്. പ്രീ സീസണിലെല്ലാം ഫ്രെഡി മികച്ച പ്രകടനം തന്നെ പുറത്തെടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞുപോയ സീസണിലും ഫ്രെഡിക്ക് ലഭിച്ച അവസരങ്ങളിൽ താരം മികച്ച ഫോമിൽ തന്നെ കളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജീക്സൺ കളിച്ചിരുന്ന ഒരു പൊസിഷനിൽ അടുത്ത സീസണിൽ ഫ്രെഡി കളിക്കാനാണ് കൂടുതൽ ചാൻസ് ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.